അച്ചു. കാലക്കി കാലക്കി അടിപൊളി അടിപൊളി. എന്റെ കുഞ്ഞുമകനെ, നീ എങ്ങനെ പാടണമെന്നാണ് അങ്കിൾ സ്വപ്നം കണ്ടതോ? That dream comes true today. Yes. ആരും കാണാതെ ഓളവും തീരവും
മേലെയുള്ള പോർഷൻസ് ആ അതവിടെ എത്തുവോ? എത്തുമോന്നുള്ളത് റിഹേഴ്സലിന്റെ സമയത്ത് പാടിയപ്പോ നമ്മളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. എവിടെയെങ്കിലും വീണു പോകുന്ന പേടി. അതുകൊണ്ട് ഞാൻ കണ്ണടച്ചിരുന്നു. പക്ഷെ ഓരോ കടമ്പയും ഇവൻ കടക്കുമ്പോഴുണ്ടല്ലോ എന്തോ ഞാൻ വിജയിച്ച പോലുള്ളൊരു അങ്ങനെ എനിക്ക് തോന്നി. കാരണം നീ അത്രയും ഭയങ്കര മിടുക്കനാണ്. പക്ഷെ പല പെർഫോമൻസസിലും അവന്റെ ടാലന്റിനനുസരിച്ച് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതെ അതെ കറക്റ്റ്. ഇന്ന് അത് പറ്റി. പക്ഷെ ഇന്ന് അവനായി. ഇതൊരു പുതിയ തുടക്കമാണ്. ഇവിടെ നിന്ന് ഇനി ഗംഭീരമായിട്ടുള്ള ഒരു ട്രാൻസിഷൻ വന്ന് ഇതുപോലത്തെ പെർഫോമൻസസ് ആയിരിക്കണം ഇനി മുന്നോട്ട്. ഓരോ ഇടങ്ങളും ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഓരോ ഇടങ്ങളും വളരെ ശ്രദ്ധിച്ചാണ് പാടിയിരിക്കുന്നത്. അതെ അതെ അതെ. ശ്രദ്ധ മാത്രമല്ല, ഇവന്റെ ഉള്ളിൽ എത്രത്തോളം സംഗീതം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത്, അതിന്ന് നിറഞ്ഞു കവിഞ്ഞു ഒഴുകി അതൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കി. അതാണ് ആ രീതിയിലാണ്. അപ്പോൾ യു ഹാവ് കം ടു കോൺകർ ടുഡേ. അത് മാത്രമല്ല, ഈ ക്ലാസിക്, ദേവരായ മാസ്റ്ററുടെ ഈ ക്ലാസിക്, വയലാർ സാറിന്റെ ഈ ക്ലാസിക് ഒരു ഗ്രേറ്റ് സിനിമയുടെ ഭാഗമാണ്. നദി എന്ന് പറഞ്ഞ സിനിമ, നസീർ സാറിന്റെ കായാമ്പൂ കണ്ണിൽ നമ്മുടെ ഓർമ്മയുണ്ട്. അത്തരം ഉഗ്രൻ പാട്ടുകളുള്ള ഒരു സിനിമ കൂടെയാണ്. അപ്പോൾ ഇത് പാടുന്നത് വളരെയധികം കഷ്ടമുള്ള കാര്യമാണ്. വളരെ മെച്യൂർ സിംഗറിന് പോലും ഇത് എടുത്താൽ പൊങ്ങാത്ത പാട്ടാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അത് അവൻ വളരെ അവധാനതയോടെ തന്നെ അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നിർത്താത്ത ഒരു നിറഞ്ഞ കയ്യടി അവൻ അർഹിക്കുന്നുണ്ട്, അതുകൊണ്ട് കൊടുക്കണം. ശരിയാണെന്ന് പറഞ്ഞു കേട്ടോ. ബിക്കോസ് യു ഡിഡ് ഇറ്റ് ആൻഡ് ഐ ആം ഷുവർ യു ക്യാൻ ഡു ഇറ്റ്. എനിക്ക് എപ്പോഴും ഈ മോനെ പറ്റി, നമ്മുടെ കുട്ടുമണിയെ കുറിച്ച് എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. അവൻ എപ്പോഴെങ്കിലും അത് ചെയ്യും. അത് ഇന്ന് ചെയ്തു. സന്തോഷം. കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. ലവ് യു മോനെ. വളരെ ഹാപ്പിയായി മധുവങ്കള്. കാരണം ഇതുവരെയുള്ള പാർത്ഥിവക്കുട്ടന്റെ ഇതുവരെ പാടിയതില് ഏറ്റവും ബെസ്റ്റ് ഇതാണ് ഞാൻ കേട്ടതില്. ഞാൻ കുറച്ചാളിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കേട്ടതില് പൂർണ്ണമായും സമ്മതിക്കുന്നു. അല്ലേ? അതെ, ദ ബെസ്റ്റ് ഇതായിരുന്നു. ഇപ്പോഴാണ് ട്രാക്കിൽ വീണത്. ഇന്ന് എന്താണോ ആ ഉള്ളിലുള്ള കഴിവ് അത് കറക്റ്റായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റി, പുറത്ത് കാണിക്കാൻ, പാടാൻ അത് ചെയ്യാൻ പറ്റി. കാരണം ആദ്യം ഒരു അവസാനം വരെ നല്ല കൺസിസ്റ്റന്റ് ആയിരുന്നു. ആകെ ഒരു ചെറിയ സ്ഥലത്തും അത് മൈന്യൂട്ടായിട്ട് കൽപ്പടവുകളും അത് മാത്രം ഒരു മൈന്യൂട്ട് പിച്ച് വേരിയേഷൻ. ബാക്കി അത് ഒഴിച്ച് ബാക്കി അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇന്ന് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് പാടിയത്. ഇതിപ്പോ ഏത് പുലി വന്ന് പാടിയാലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ശ്രുതി പ്രശ്നം എവിടെയെങ്കിലും കാണും. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് മനുഷ്യന് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് ഇതുപോലെ തന്നെ പോട്ടെ. ഇന്ന് പാടിയ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. ശരിക്കും ആ ഹൈ പോയപ്പോഴേ ഫോൾസെറ്റോയിലേക്ക് കേറി അവൻ. ആ ട്രാൻസിഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടൊരു നൂൽപാലത്തിന്റെ മേളിലെ നടക്കുന്ന പോലെയാണ് പോയത്. പിച്ച് പെർഫെക്റ്റ് ആയിരുന്നു. അവിടെ പിച്ച് പെർഫെക്റ്റ് ആയിരുന്നു. അത്രയും ഡെലിക്കേറ്റ് ആയിട്ടാണ് അത് പാടിയത്. ചലഞ്ച് എന്ന് പറയുന്നത് അവന് ശ്രുതി കുറച്ച് കഴിഞ്ഞാൽ ബേസ് കിട്ടില്ല. ശ്രുതി കൂട്ടിക്കഴിഞ്ഞാൽ മേളിലോട്ട് കിട്ടൂല. അപ്പൊ അതാണ് ആ ടൈറ്റ് റോപ്പ് എന്ന് പറയുന്നത്. അത് വളരെ ചലഞ്ചിങ് ആണ്. വളരെ ചലഞ്ചിങ്. ഇത് ഏത് ശ്രുതിയിലാ പാടിയപ്പോ? ഡി ഷാർപ്പ്. ഡിയിലാണ് ഈ പാട്ട്. ഒറിജിനൽ ഡിയിലാണ്. എന്താ പറയാ, കറക്റ്റ് ഒരു ശരിക്കും ഒരു നൂൽപാലത്തിലെ നടക്കുക എന്ന് പറയില്ലേ, അത് റിഹേഴ്സലിന്റെ സമയത്ത് അതുപോലെയാണ് ആ സ്ഥലത്ത്. അത് അനുപല്ലവിയിലും അതെ, ചരണത്തിലും അതെ പാടി വെച്ചിരിക്കുന്നത്. മാത്രമല്ല അത് കഴിഞ്ഞിട്ടൊരു എത്തുമ്പോഴത്തേക്ക് താഴേക്ക് ഒരു വരവുണ്ട്.
അതിൽ നിന്ന് ട്രാൻസിഷൻ ഉണ്ടല്ലോ, ആ ഒരു ഫോൾസ് വോയിസ് നിന്ന് ചെസ്റ്റ് വോയിസിലേക്കുള്ള അവന്റെ ആ ട്രാൻസിഷൻ വാസ് പെർഫെക്റ്റ്. ഇതൊന്നും അറിഞ്ഞിട്ട് പറഞ്ഞല്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അത് 2 പ്രാവശ്യവും അത് ഒരുപോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കുട്ടുമണി ചെയ്തു എന്നുള്ളതാണ്. എനിക്കൂടെ നാച്ചുറൽ ആയിട്ട് വന്നതാ. ഈ ചെസ്റ്റ് വോയിസ് എങ്ങനെ പാടണം, ഫോൾസ് വോയിസ് എങ്ങനെ പോകണമെന്നൊന്നും ശരിക്കും അറിയില്ലല്ലോ കുട്ടുമണിക്ക്. ഇല്ലല്ലോ, നാച്ചുറൽ ആയിട്ട് വന്നതാ. അതെ, അത് അല്ല, കുട്ടുമണിക്ക് അങ്ങനെ ഒരു ട്രാൻസിഷൻ പോയിന്റ് ഇല്ല. അതെ, അത് നമുക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഓടിയെത്തും ഓർമ്മകളിൽ ആ ഗ്ലൈഡ് ഭയങ്കര പെർഫെക്റ്റ്. മാത്രല്ല അത് ഇമോഷണൽ ആയിരുന്നു. അതാണ് ആ നോട്ട്സ് എന്നുള്ളതല്ല, ഭാവം വിടാതെ ഭാവം. അതില് വികാരം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പറയാ, അത്രയും സങ്കടത്തിന്റെ ഒരു വികാരം. ബ്യൂട്ടിഫുൾ. മാത്രല്ല ഒരു ക്ലാസിക് ഇതുപോലെ പാടി വെക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് ആർക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങ് പാടി ഫലിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. കുട്ടുമണി ഇന്ന് പെർഫെക്റ്റ് ആയിട്ട് പാടി എന്നുള്ളതിന് കുട്ടുമണി കുട്ടാ, ഈറനായ നദിയുടെ മാറിൽ, അത് ഒന്നുകൂടെ അങ്കിളിന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും സ്ട്രെയിൻ അല്ലേ, അപ്പൊ ഇനി പാടിയ വേണ്ട, അത് പാടണ്ട. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഭാഗം നമുക്ക് ഒന്നുകൂടെ കാണാം. റിഹേഴ്സലിന്റെ പാടിയപ്പോ നമ്മള് സംസാരിക്കരുത് മുകളിലേക്ക്. കാരണം റിഹേഴ്സലിന് ഇങ്ങനെ പാടിയില്ല, സത്യത്തിൽ അറിയാം, ഓർമ്മയുണ്ട? റിഹേഴ്സലിന് ഇങ്ങനെയല്ലേ പാടിയ. നല്ല ദൈവാധീനമുണ്ട്, നല്ല ഭാഗ്യമുണ്ട്. ആ ടേക്കില് കറക്റ്റ് ആയിട്ട് വന്നു. അതെ, റേഞ്ച് ഉണ്ട്, നല്ല ഒറിജിനൽ ശ്രുതിയെക്കാളും കൂട്ടി പാടിയത്. പിന്നെ ആ സെൻസിറ്റിവിറ്റി ഉണ്ട്, ഇമോഷണൽ സെൻസിറ്റിവിറ്റി ആൻഡ് മ്യൂസിക്കൽ സെൻസിറ്റിവിറ്റി that comes together and so നമ്മുടെ കുട്ടുമണി കുട്ടൻ going to be awarded 100 on 100 today. Yes. 5 stars. കിട്ടിയിട്ടുണ്ടോ? 5 stars കിട്ടിയിട്ടുണ്ടോ? കിട്ടില്ല. Very first time അല്ലേ? Yes. ഒരട്ടെ അങ്ങനെ ഒരു മധുര മഴ നമ്മുടെ കുട്ടുമണിക്ക്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ കുട്ടുമണി.